പറ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ? പവർ. പവർ. യെസ്. ട്രിഗണോമെട്രി തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ട്രിഗ്നോമെട്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിഗണോമെട്രിയുടെ വാല്യൂസ് ഒക്കെ സൈൻ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ പറഞ്ഞു. ആംഗിൾസ് ഒക്കെ പറഞ്ഞോ? സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. സൈൻ 30യുടെ വാല്യൂ എത്രയാണോ? 1/2. 1/2. കോസ് 30യോ? √3/2. 3/2. ശരി, അവിടെ വെക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ട്രിഗണോമെട്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആയിരുന്നോ? ശരി, അപ്പൊ അതും ക്ലിയർ ആണ്, സെറ്റാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, ഉഷാറാണ്. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത പുതിയ ടോപ്പിക്കിലേക്ക് പോയിക്കൂടെ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അങ്ങനെ ചോദിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പവേഴ്സിനെ പറ്റിയും ട്രിഗണോമെട്രിന്റെ കാര്യങ്ങളും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് തന്നെ നേരെ എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോ ഫിസിക്സിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു 3 പാർട്ടായിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് പോവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാ? അപ്പൊ ഇന്നത്തെ പാർട്ട് ഏതാണെന്നാണ് പറഞ്ഞത്? ആദ്യത്തെ പാർട്ട് അവിടെ കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് ഏതാണെന്നാണ് പറഞ്ഞത്? കൈനമാറ്റിക്സ് ബേസിക്. ബേസിക്സ് ഓഫ് കൈനമാറ്റിക്സ്. അപ്പോ എഴുതിക്കൊള്ള ബേസിക്സ് ഓഫ് കൈനമാറ്റിക്സ്. എന്താണ് കൈനമാറ്റിക്സ്? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത്ര മാത്രമേ ഉള്ളൂ: സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി അബൌട്ട് ദ മോഷൻ, സ്റ്റഡി അബൌട്ട് ദ മോഷൻ without considering the reasons. എന്ന് വെച്ചാൽ കാരണങ്ങളൊന്നും നമ്മൾ ചിന്തിക്കില്ല. മോഷനെ പറ്റിയാണ് പഠിക്കുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എത്ര സമയം കൊണ്ടാണ് പോകുന്നത്, ഏത് പോയിന്റിലേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാം. എന്തുകൊണ്ടാണ് ആ മോഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം കൈനമാറ്റിക്സിൽ മിണ്ടില്ല. അത് ലോസ് ഓഫ് മോഷനിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. സോ അല്ലെങ്കിൽ ഡൈനാമിക്സിൽ മാത്രമേ മിണ്ടുള്ളൂ. അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ്ലി കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ? മോഷൻ, യെസ്, 2 തരം മോഷൻ അല്ല 3 തരം മോഷനാണ് ജനറലി ഉള്ളത്. ഒന്ന് വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ ഡയമെൻഷനിലൂടെ, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആ മോഷനെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷൻ മോഷൻ. ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് വയറിലേക്കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു സ്കെയിലിന്റെ മുകളിലേക്ക് കൂടി ഒരു ഉറുമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വൺ ഡയമെൻഷണൽ മോഷനാണ്, ഒറ്റ ഡയറക്ഷനിലുള്ള മോഷനാണ്. ഇനി രണ്ടാമത്തെ മോഷനാണ് ടു ഡയമെൻഷണൽ മോഷൻ. ടു ഡയമെൻഷണൽ മോഷൻ, DIMENSION ആണ് ഡയമെൻഷണൽ മോഷൻ. ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ ബോർഡ് ഒരു പ്ലെയിൻ ആണ്, ഒരു പ്രതലമാണ്. ഈ പ്രതലത്തിലൂടെ ഒരു വസ്തു പോവുകയാണെങ്കിൽ, അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇതൊക്കെ ടു ഡയമെൻഷണൽ മോഷനുകളാണ്. കാരണം നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ കൃത്യമായി ഒരു എക്സും ഒരു വൈയും പറഞ്ഞേ പറ്റുള്ളൂ. ഒരു കല്ല് നിങ്ങൾ എറിഞ്ഞാൽ, ഇങ്ങനെ എറിഞ്ഞാൽ ആ കല്ല് ഇങ്ങനെ പോയിട്ട് താഴെ വീഴുമ്പോ ആ കല്ലിന്റെ മോഷനെ പറ്റി പറയണമെങ്കിൽ ആ കല്ലിൽ എങ്ങോട്ടേക്കൊക്കെ യാത്രയുണ്ട്, ആ കല്ല് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കല്ല് എക്സിലേക്ക് കുറച്ചു ദൂരം സഞ്ചരിച്ചു, കറസ്പോണ്ടിംഗ്ലി വൈയിലേക്ക് കുറച്ചുകൂടി സഞ്ചരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ എക്സിലേക്ക് സഞ്ചരിക്കുന്നതിനനുസരിച്ച് ആ പാർട്ടിക്കിൾ വൈയിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ എക്സ് ഇത്രയാണെങ്കിൽ വൈ ഇത്രയാണ്.
എക്സ് ഇത്രയാണെങ്കിൽ വൈ ഇത്രയാണ്, എക്സ് ഇത്രയാണെങ്കിൽ വൈ ഇത്രയാണ്. അപ്പൊ രണ്ടാൾക്കാർ വേണം ആ മോഷനെ പറ്റി പറയാൻ, ഒന്ന് എക്സ് വേണം, ഒന്ന് വൈ വേണം. അപ്പൊ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. എന്ന് വെച്ചാൽ നിർബന്ധമായും രണ്ടാൾക്കാര് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം, എക്സിലേക്ക് എത്ര വൈയിലേക്ക് എത്ര, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ മാത്രമേ നമുക്ക് 2 ഡയമെൻഷണൽ മോഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയാണ് 2 ഡയമെൻഷണൽ മോഷൻ. ഇനി 3 ഡയമെൻഷണൽ മോഷനിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവം? 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വളരെ സിമ്പിൾ ആണ്. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് വെച്ചാൽ വസ്തു എക്സിലേക്കും സഞ്ചരിക്കുന്നുണ്ട്, വൈയിലേക്കും സഞ്ചരിക്കുന്നുണ്ട്, സെഡിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഈച്ച ഇങ്ങനെ പറന്ന് 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 ഇങ്ങനെ പോകുമ്പോൾ അത് ഒരു പ്രതലത്തിലേക്ക് കൂടി മാത്രമല്ല പോകുന്നത്, അത് സ്പേസിലേക്ക് കൂടിയും പോകുന്നുണ്ട്. അപ്പൊ എക്സ് വേണം, വൈ വേണം, സെഡും വേണം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ വർഷം പഠിക്കുന്നത് 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ മോഷനെ പറ്റി മാത്രമാണ് കൃത്യമായി പഠിക്കുന്നത്. 3 ഡയമെൻഷണൽ മോഷനെ പറ്റിയും 2 ഡയമെൻഷണൽ മോഷനെ പറ്റിയും 1 ഡയമെൻഷണൽ മോഷനെ പറ്റിയും അതിലെ മാത്തമാറ്റിക്സ് നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ, കോർഡിനേറ്റ് ജിയോമെട്രി, 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറയുന്ന 3 മാത്സിലെ ചാപ്റ്ററിൽ പഠിക്കും. പക്ഷെ അതിന്റെ ഫിസിക്കൽ ആസ്പെക്ടുകളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്തായാലും എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ കൈനമാറ്റിക്സിൽ? എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അത്രയും വേണ്ടു. അപ്പോ ഇതാണ് 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ മോഷൻ. നമ്മൾ പാഠമായി പഠിക്കുക ഇതില് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററായി പഠിക്കുക 1 ഡയമെൻഷണൽ മോഷൻ ആണ്, അല്ലെങ്കിൽ മോഷന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പഠിക്കുക 2 കാര്യങ്ങളാണ്. ഒന്ന് 2 ഡയമെൻഷണൽ മോഷൻ, പിന്നെ അതുപോലെ തന്നെ വെക്ടേഴ്സ്, സർക്കുലർ മോഷൻ. ഈ കാര്യങ്ങളാണ് 2 ഡയമെൻഷണൽ മോഷനിൽ പഠിക്കുക. അതൊക്കെ നമ്മൾ അന്നേരം പഠിച്ചോളൂ, നിങ്ങൾ അതിനെ പറ്റി ഒന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത്. സോ ഇതാണ് ഫണ്ടമെന്റലി കൈനമാറ്റിക്സ്. പക്ഷെ കൈനമാറ്റിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മുന്നറിവുകൾ വളരെ ആവശ്യമാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനിത് വായിച്ചോട്ടെ മക്കളെ? വായിച്ചോട്ടെ? ഓക്കെ. അപ്പോ കൈനമാറ്റിക്സിൽ നമ്മളൊരു സാധനത്തിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും അത്തരം സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് പോയിന്റ് ഒബ്ജക്റ്റ് എന്നാണ്. പോയിന്റ് ഒബ്ജക്റ്റ്. എന്താണ് ഈ പോയിന്റ് ഒബ്ജക്റ്റ്? നിങ്ങൾ കൈനമാറ്റിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് പോയിന്റ് ഒബ്ജക്റ്റ്. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് വസ്തുവിന്റെ വലിപ്പം നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത്രയും നീളമുള്ള ഒരു മോഷൻ, അതായത് ഈ 2 വരകൾക്കിടയിലാണ് വസ്തു സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഇത്രയും വലിപ്പാണ്, ഈ ഒരു വലിപ്പാണ്. ഈ ഒരു മോഷനിൽ വസ്തുവിന്റെ വലിപ്പത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ മക്കളെ? ആ വസ്തുവിന്റെ വലിപ്പം വളരെ ചെറുതല്ലേ? അപ്പൊ നമ്മൾ ആ വസ്തുവിന്റെ വലിപ്പത്തെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? പറ, കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? പരിഗണിക്കണം. ഇത്രയും വലിയൊരു മോഷനില് ഈ വലിപ്പമുള്ള ഒരു സാധനം, അതിന്റെ വലിപ്പം എത്രയാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും വലിയ മോഷനിൽ അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത്രയും കുഞ്ഞതാണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ആ വസ്തുവിന്റെ വലിപ്പം, അത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്ട്സ്. എപ്പോഴും ഞാൻ പറഞ്ഞു, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ പ്രോസസ് ആണ്. ഫിസിക്കൽ പ്രോസസ്സസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫിസിക്കൽ പ്രോസസ്സസ്. ഫിസിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കുന്ന എല്ലാ പരിപാടികളും, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾ ഓടി, ഫിസിക്കൽ പ്രോസസ് ആണ്. വെള്ളം തിളച്ചു, ഫിസിക്കൽ പ്രോസസ് ആണ്. അപ്പോ ഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികമായ ഏത് പ്രോസസ്സും ഏത് കാര്യങ്ങളും പ്രോസസ് ആർ കമ്പാരിറ്റീവ് പ്രോസസ് എന്നാണ് വിളിക്കുക. കമ്പാരിറ്റീവ്. എന്താണ് കമ്പാരിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? മറ്റുള്ളതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ എന്താണ് കമ്പാരിസൺ പ്രോസസ്? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് കേരള സംസ്ഥാനം, അതായത് നമ്മുടെ കേരള എന്ന് വിചാരിക്കുക. ഫിസിക്സിൽ ഇങ്ങനെയൊക്കെ കേരളം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ട്രെയിനിന്റെ നീളം 200 മീറ്റർ ആണ്. ട്രെയിനിന്റെ നീളം 200 മീറ്റർ ആണെന്ന് വിചാരിക്കുക.
കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിന്റെ നീളം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ? പറ. 200 മീറ്റർ ട്രെയിൻ നീളമുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ നിങ്ങൾ ആ ട്രെയിനിന്റെ വലിപ്പം, ആ ഒരു മൊത്തം യാത്രയിൽ ട്രെയിനിന്റെ നീളത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? പറയൂ. ഇല്ല. കാരണം നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാപ്പ് എടുത്തിട്ട് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാൻ പറ്റിയ ഒരു കുത്ത് മാത്രമാണ്, ഒരു ചെറിയ സാധനം ഇങ്ങനെ നീങ്ങുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലേ മക്കളെ? അപ്പൊ ഉറപ്പായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനിന്റെ വലിപ്പം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. എന്നാൽ അല്ലെ ഭയങ്കര ചെറുതാണ്, കുഞ്ഞിതാണ്. എന്നാൽ 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 400 മീറ്റർ നീളമുള്ള ഒരു ട്രാക്കിൽ, അതായത് ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി, 400 മീറ്റർ നീളമാണ് ആ റെയിൽവേ സ്റ്റേഷന് പ്ലാറ്റ്ഫോമിൽ. ആ 400 മീറ്ററുള്ള ആ റെയിൽവേ സ്റ്റേഷനില് ഈ 200 മീറ്ററുള്ള ട്രെയിന് ഇവിടെ നിന്നാൽ അവിടെ അതിന്റെ വലിപ്പം കൺസിഡർ ചെയ്യണോ വേണ്ടേ? പറയൂ. ചെയ്യണം. എന്തുകൊണ്ടാ? ഈ 400 200 ഉറപ്പായിട്ടും കൺസിഡറബിൾ ആണ്. എന്നാൽ നമ്മുടെ ഈ 600-700 കിലോമീറ്ററിൽ ഈ 200 മീറ്റർ എന്ന് പറയുന്നത് തീരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ സത്യം പറഞ്ഞാല് മറ്റൊന്നിനെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലേ ഏതൊരു സാധനവും നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ശരിയല്ലേ? യെസ്. അപ്പൊ സ്വാഭാവികമായും ഫിസിക്സിലെ പ്രോസസ്സുകൾ എന്ത് പ്രോസസ്സാ പറ? കമ്പാരിറ്റീവ് പ്രോസസ്. ക്ലിയർ ആണോ? കമ്പാരിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നിനെ കമ്പയർ ചെയ്തുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് കമ്പാരിറ്റീവ് പ്രോസസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 60 കിലോഗ്രാം മാസ് എന്നുള്ളത് വലുതാണോ ചെറുതാണോ നമ്മൾ എങ്ങനെയാ അറിയാം? ഒരാൾ 60 കിലോ മാസ് ആണ്, അല്ലെങ്കിൽ പോട്ടെ, ഇതെല്ലാം പോട്ടെ, വെറുതെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടില് എടോ നല്ല ഹൈറ്റ് ഉണ്ട് എന്ന് പറയൂലേ? പറയാറില്ലേ? നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറയും. ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. ആ ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഹൈറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം? അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഹൈറ്റ് കുറഞ്ഞോണ്ടല്ലേ? ആണോ അല്ലയോ? ഇതേ ഇവൻ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു 5 അടി 10 ഇഞ്ചൊക്കെ ഉള്ളവൻ നല്ല ഹൈറ്റ് ഉണ്ട് തന്നെ, മോശമില്ലാത്ത ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയും. ഇവൻ നേരെ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി ഫുട്ബോളിന്റെ ഏതെങ്കിലും യൂറോപ്യൻ ഫുട്ബോൾ ലീഗിന്റെ ഒക്കെ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഹൈറ്റ് കുറഞ്ഞ ആളാണ്. കാരണം അവിടെയുള്ള കളിക്കാർക്കൊക്കെ 6 അടി 6.25 അടിയൊക്കെ ഉണ്ട്, ഹൈറ്റ് കൂടുതൽ. അത് അവരുടെ ഫിസിക്കലായിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അവർക്ക് ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണ്. എന്നാല് ഒരു 4 അടി 5 അടിയുള്ള ആൾക്കാർക്ക് ഹൈറ്റ് കുറവാണെന്ന് പറയാറുണ്ട് ഈ നാട്ടില്. അത് ഈ നാട്ടിലെ കണക്കാണ്. ഈ 5 അടിയുള്ള ആൾക്കാര് ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ അയാള് അവിടെ കമ്പാരിറ്റീവ്ലി നല്ല ഹൈറ്റ് ഉള്ള ആള് തന്നെയാണ്. കാരണം ജനറലി മംഗോളിയൻസിന് ഹൈറ്റ് കുറവാണ്. അപ്പോ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്തിട്ട്, മറ്റുള്ളതിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഒരുത്തം ഭയങ്കര റിച്ച് ആണെന്ന് പറയും. എങ്ങനെയാ റിച്ച് ആണെന്ന് പറയുന്നത്? മറ്റൊരുത്തന്റെ പൈസ ഇത്രയാണ്, അപ്പൊ അതിനേക്കാൾ കൂടുതലാവുന്നതാണ് റിച്ച്നെസ് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്നുണ്ടല്ലേ ഈ റിച്ച് ആണെന്ന് പറയുന്നത്, അല്ലെ? അതെ. ഈ പ്രോസസ്സാണ് കമ്പാരിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും ഫിസിക്സിൽ നിർബന്ധമായും ചെയ്യേണ്ടതുമായ പ്രോസസ്സാണ് കമ്പാരിറ്റീവ് പ്രോസസ്. എപ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോൾ വേറൊന്നിനെ കമ്പയർ ചെയ്തിട്ടേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും വേറൊന്നിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. വേറൊരുത്തിനെ കമ്പയർ ചെയ്താൽ പൊട്ടയായിരിക്കും സംഭവം, ലൈഫ് മൊത്തം പോകും. അപ്പൊ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളൊന്ന് പറയാമോ? ഈ ഒരു അറിവ് വെച്ചിട്ട് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി മക്കളെ. കമ്പയർ ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ്. കമ്പയർ ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ് ആണോ? അങ്ങനെയാണോ? ഒരു മോഷനിൽ ആ വസ്തുവിന്റെ വലിപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ലെങ്കിൽ ആ ഒബ്ജക്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ്. ഒരു എൻറ്റയർ മോഷനിൽ, ഒരു വലിയ ഒരു ചലനത്തിൽ നമ്മൾ ഒരു കാരണവശാലും ആ വസ്തുവിന്റെ വലിപ്പം കൺസിഡർ ചെയ്യണ്ടെങ്കിൽ, ആ വലിപ്പം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണെങ്കിൽ, നമുക്ക് ഒഴിവാക്കാവുന്നതാണെങ്കിൽ,
ഉറപ്പായിട്ടും ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് വിത്ത് negligible size compared with the entire motion. entire മോഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒബ്ജക്റ്റ് ആയ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന മോഷനെ 1 ഡയമെൻഷൻ മോഷൻ ആയിക്കോട്ടെ 2 ഡയമെൻഷൻ മോഷൻ ആയിക്കോട്ടെ എല്ലാ ഒബ്ജക്റ്റുകളും പോയിന്റ് ഒബ്ജക്റ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരിക്കലും ഒബ്ജക്റ്റിന്റെ വലിപ്പം നമ്മൾ ഒരു തരത്തിലും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബാക്കി മാത്രം പഠിച്ചാൽ മതി. ഒബ്ജക്റ്റിന്റെ വലിപ്പം ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ. പിന്നെ ഒരു ചെറിയ കാര്യം, ഇനി ഈ മോഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ, കൈനമാറ്റിക്സ് പഠിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന് പോയിന്റ് ഒബ്ജക്റ്റ് പറഞ്ഞു, വേറൊന്നാണ് പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 പോയിന്റ് എയും ബിയും ആണെങ്കിൽ ഈ എക്കും ബിക്കും ഇടയിൽ നമുക്ക് എങ്ങനെ വേണമെന്ന് സഞ്ചരിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാം, ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാം. ഇതൊക്കെ അവന്റെ യാത്രയാണ്. അതിന് കൃത്യമായ ഡയറക്ഷൻ ഇല്ല. ഇവിടെ തുടങ്ങി എങ്ങനെയൊക്കെയോ വന്ന് ഇവിടെ അവസാനിച്ചു, ഇവിടെ തുടങ്ങി ഇതിലേ പോയി ഇവിടെ അവസാനിച്ചു, ഇതിലേ പോയി ഇവിടെ അവസാനിച്ചു. അപ്പോ എ മുതൽ ബി വരെയുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഇത്, ഒരു ഡിസ്റ്റൻസ് ആണ് ഇത്, ഒരു ഡിസ്റ്റൻസ് ആണ് ഇത്, ഒരു ഡിസ്റ്റൻസ് ആണ് ഇത്. എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന എല്ലാ ദൂരവും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ആ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്, പാത്ത് ലെങ്ത് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ the entire motion ആണ്, the entire path ആണ്, the entire path covered by an object. അതാണ് എപ്പോഴും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ഡിസ്റ്റൻസ് പോസിറ്റീവ് മാത്രമായിരിക്കും. അതായത് ഇപ്പോ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ടോട്ടൽ 20 കിലോമീറ്റർ ആയി, ചിലപ്പോൾ ഇത് 30 കിലോമീറ്റർ ആവും. തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് അത് 50 കിലോമീറ്റർ ആവും. തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ വന്നാൽ 50 60 കിലോമീറ്റർ ആണ് സഞ്ചരിച്ച ദൂരം. ഇവിടെ കുറക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. എപ്പോഴും ഡിസ്റ്റൻസ് കൂട്ടുക മാത്രമേ ഉള്ളൂ. നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന മൊമെന്റ് മുതൽ നമ്മുടെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ നടത്തവും നിങ്ങളുടെ ഡിസ്റ്റൻസ് ആയിട്ട് കൂട്ടും. അപ്പോ ഇപ്പൊ നിങ്ങൾ 1,00,000 കിലോമീറ്റർ അല്ലെ 1,00,000 മീറ്റർ ആണ് സഞ്ചരിച്ചതെങ്കിൽ നിങ്ങൾ ഇപ്പം ആ ഇരിപ്പ് നെണീറ്റിട്ട് ഒരു 10 മീറ്റർ പുറകോട്ടേക്ക് നടന്നാൽ 1,10,000 ആണ്. തിരിച്ച് അതേ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ 1,20,000 നിങ്ങൾ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ all distance has to be considered. അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് കൂടി ഇവിടുന്ന് പഠിക്കേണ്ടതുണ്ട്. എന്താണ്? ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് ആർ ഓൾവേസ് പോസിറ്റീവ്. ഇതിന് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്, അതായത് ലോകം മുഴുവൻ, യൂണിവേഴ്സ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോ ഈ യൂണിറ്റ് മീറ്റർ ആണ്. ആ യൂണിറ്റുകളെ നമ്മൾ SI യൂണിറ്റ് എന്നാണ് വിളിക്കുക. അതൊക്കെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിച്ചോളും. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ സ്മോൾ m എന്നാണ് എഴുതുക. അപ്പൊ ഇത്രയാണ് പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ വേറൊരു പാരാമീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് ദൂരം എന്ന് പറയും, ഇത് ഡിസ്പ്ലേസ്മെന്റ്. മലയാളത്തിൽ സ്ഥാനാന്തരം എന്നാണ് ഇതിനെ വിളിക്കുക. സ്ഥാനാന്തരം മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഒരു വസ്തു ഇവിടെ മുതൽ ഇവിടെ വരെ സഞ്ചരിക്കുകയാണ്. അവൻ ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെയും സഞ്ചരിക്കാം. എന്നാൽ ആ സ്ട്രെയിറ്റ് ലൈൻ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്ന് വെച്ചാൽ എല്ലാ ഡിസ്റ്റൻസുകളും ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ എ മുതൽ ബി വരെയുള്ള ഏറ്റവും ചെറിയ ദൂരം, ആ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്, കുഞ്ഞുങ്ങളെ, സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്
traveled by an object. Travels by an object. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊരു കാരണവശാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അതിന് കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ട്. എ മുതൽ ബി വരെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും ഇത് എ ആണ്, ഇത് ബി ആണ്. ഒറ്റ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, അത് എ മുതൽ ബി വരെയുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ അതിന് കൃത്യമായ ഒരു ഡയറക്ഷൻ, ദിശയുണ്ട്. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ദിശയുള്ള ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേര് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നാണ്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കയറിയ തലയിലേക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ ദൂരവുമാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ കൂടുതൽ ഉണ്ടാവുക കുഞ്ഞുങ്ങളെ? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ്. ഉറപ്പായിട്ടും ഡിസ്റ്റൻസ് അല്ലേ കൂടുതൽ ഉണ്ടാവുക. വേണ്ട പോയിന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കിടക്കാൻ. ഓക്കെ, എനിക്ക് പറയാം അടുത്ത പോയിന്റ്. ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. സംടൈംസ് ഈക്വലോ, അതായത് എ മുതൽ ബി വരെ ഇത് ഡിസ്റ്റൻസ് അല്ലേ മക്കളെ? അല്ലേ? ഇത് ഡിസ്പ്ലേസ്മെന്റും അല്ലേ? ഒരാള് നേരത്തെ തന്നെ പോണെന്ന് തീരുമാനിച്ചു, അത് അവന്റെ ഡിസ്റ്റൻസ് ആവില്ലേ? അത് അവന്റെ ഡിസ്പ്ലേസ്മെന്റും ആവില്ലേ? അപ്പൊ സംടൈംസ് ഡിസ്റ്റൻസ് ക്യാൻ ബി ഈക്വൽ ടു എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ക്യാൻ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും എൻട്രൻസിന് വന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഒരു തവണ. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് ഇസ് കറക്റ്റ്? ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണെങ്കിലും യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും വരിക. പ്രത്യേകം മനസ്സിലാക്കുക, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവും. അതായത് മുമ്പോട്ടേക്ക് പോയ ഒരാള് 10 മീറ്റർ മുമ്പോട്ടേക്ക് പോയി, എന്നിട്ട് അയാൾ ഈ പോയിന്റിൽ നിന്നും 10 മീറ്റർ ഇങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്നും തിരിച്ച് 1 മീറ്റർ ലെഫ്റ്റിലോട്ടേക്ക് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും മക്കളെ? 4 meter. ഡിസ്റ്റൻസ് എത്രയായിരിക്കും അയാളുടെ? Distance is 16. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 മീറ്റർ വരും. കാരണം സഞ്ചരിച്ച മൊത്തം ദൂരം 10 + 6 16 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും വരിക? 4 meter. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ്. അത് ടോട്ടൽ 10ൽ നിന്നും ഈ 6 പോയാൽ ഈ ദൂരം കിട്ടും അല്ലേ? അപ്പൊ എത്രയാ? 10 - 6 4. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കൂടുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, കുറഞ്ഞൂടെ? പക്ഷേ ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ്? കൂടുക ചെയ്യാം. ശരിയല്ലേ? അതെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവിലേക്കും പോവാവുന്നതാണ്. ഓക്കെ ആണോ? അപ്പോ അടുത്തൊരു പോയിന്റ് പറയാം. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഏതൊക്കെയാകാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഓർ സീറോ ആവാം. പോസിറ്റീവോ നെഗറ്റീവോ സീറോയാ. സീറോ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാ വരിക? ഒരാൾ ഇവിടെ തുടങ്ങി, അയാൾ ഇങ്ങനെ പോയി തിരിച്ച് ഈ പോയിന്റിൽ വന്നു. അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ മക്കളെ? സീറോ. കാരണം വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പൊ അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ഉറപ്പായിട്ടും സീറോ ആണ് വരിക. സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് പോയിന്റുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് മോഷനിലെ സ്ട്രൈറ്റ് ലൈൻ, മോഷനിലെ പ്ലെയിൻ, അല്ലെങ്കിൽ 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ, അല്ലെങ്കിൽ കൈനമാറ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു ബേസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണ്. അടുത്ത പാർട്ടാണ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാല് 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സമയം.
ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സമയത്ത് വിളിക്കുന്ന പേരാണ് സ്പീഡ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്, സമയവും എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഡിവൈഡ് ബൈ പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും സ്പീഡ് പോസിറ്റീവ് ആയിരിക്കും വരിക. പോയിന്റ് വ്യക്തമാണോ? അതെ. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും മക്കളെ വരിക? പറ. മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എന്തായിരിക്കും വരിക? മീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിലേ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട് സ്പീഡ്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ഇതല്ലേ നമ്മൾ സാധാരണ വണ്ടിക്കൊക്കെ പറയാറ്. 80-85 വണ്ടി പോകുന്നത്, 90-95 വണ്ടി പോകുന്നത്, അല്ലെങ്കിൽ 100-110 വണ്ടി പോകുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഏതാണ്? സ്പീഡല്ലേ? 100-110 കിലോമീറ്റർ പെർ അവർ അല്ലേ? ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന അത്രയും കിലോമീറ്റർ ആണ് കിലോമീറ്റർ പെർ അവർ. ഇത് നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എന്ന് എനിക്കൊന്ന് നോക്കണം. അതായത് 1 കിലോമീറ്റർ പെർ അവർ, 1 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നൊന്ന് പറഞ്ഞു തരുമോ? എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് 1 കിലോമീറ്റർ പെർ അവർ? എത്ര മക്കളെ? 1 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ്? 100 മീറ്റർ പെർ സെക്കൻഡ്. എത്ര 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 എത്ര? 100 മീറ്റർ പെർ സെക്കൻഡ്. ആരാണ് പറഞ്ഞത്? 100 മീറ്റർ പെർ സെക്കൻഡ്. ആരാണ് പറഞ്ഞത്? പിതാ സ്വാലിഹ. പിതാ സ്വാലിഹ. വെരി ഗുഡ്. തെറ്റാണ്. അടുത്ത പറഞ്ഞു. 1000 മീറ്റർ പെർ സെക്കൻഡ്. യെസ്, 1000 മീറ്റർ പെർ സെക്കൻഡ്. അതും തെറ്റാണ്. അടുത്ത പറഞ്ഞു. 1 meter per second. വാവ്, പോടി. അതും തെറ്റാണ്. തെറ്റായാലും കുഴപ്പമില്ല, നിങ്ങൾ അന്തസ്സായി വിളിച്ചു പറഞ്ഞില്ലേ, അതാണ് വലിയ കാര്യം. കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് നോക്കണം. ഞാനിതൊന്ന് വായിച്ചോട്ടെ, ഈ ഭാഗത്തൊന്ന് വായിക്കട്ടെ. എല്ലാ സ്ഥലമില്ലടോ, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. കിലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1000 എന്നാണ്. ഇത്ര ആലോചിച്ചാൽ മതി. 1 കിലോഗ്രാം 1000 ഗ്രാം ആണ് അല്ലെ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ് വരിക. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1 കിലോമീറ്റർ അല്ലേ? ഒരു മണിക്കൂർ എത്ര സെക്കൻഡ് ആണോ? ഒരു മണിക്കൂർ എത്രയാ? 3600 സെക്കൻഡ്. 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ, 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. അപ്പൊ 60 × 60 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോ 1 കിലോമീറ്റർ ഡിവൈഡ് ബൈ 1 മണിക്കൂർ അല്ലേ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്? ആണോ? അപ്പോ 1 കിലോമീറ്റർ ഡിവൈഡ് ബൈ 1 മണിക്കൂർ, ഈ ഇക്വേഷൻസ് രണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1 കിലോമീറ്റർ ബൈ 1 അവർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ഈക്വൽസ് ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? 1000 മീറ്റർ ഡിവൈഡ് ബൈ 3600 സെക്കൻഡ്സ്. 3600 സെക്കൻഡ്സ്. മക്കളെ 2 0 വെട്ടിപ്പോകും. 10/36. 2 ഭാഗത്തും 2 ഉണ്ടെങ്കിൽ 2 പോവുമെങ്കിൽ ഇവിടെ 5/2 ആണ് 10. 36 എന്ന് പറയുന്നത് 18/2 ആണ്. താഴെ 2 മുകളിൽ 2 ഉണ്ട്. അപ്പൊ താഴെ മേലെ ഞാൻ 5ഉം 18 എഴുതുകയാണെങ്കിൽ, മുകളിൽ 5 താഴെ 18 എഴുതുകയാണെങ്കിൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ
1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പലപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്ന കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എനിവേ ഇതാണ് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് കൺവേർഷൻ. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരാൾക്കേ മനസ്സിലായിട്ടുള്ളൂ, ബാക്കി എല്ലാവരുടെയും കാര്യം എന്താ അവസ്ഥ? മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ, പിള്ളേർ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം. എന്താണ് കഞ്ഞികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ബോർ അടിക്കുന്നു കേട്ടോ. നിങ്ങളൊന്ന് ഉഷാറായിട്ട് എല്ലാവരും. അവിടെ ആകെ ഈ 2-3 ആൾക്കാരേ ഉള്ളൂ, ഇവിടെ 10-18 ആൾക്കാരോ മറ്റോ ഉണ്ടല്ലോ. എല്ലാവരും കൂടി അണിയിരിക്കുന്നത് സെറ്റാണോ? എല്ലാവരും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. 72 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, 108 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 3, 40 മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ അവർ ആണ്? ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. 4, 10 മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ അവർ ആണ്? എല്ലാവരും കണ്ടുപിടിച്ച. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. അടിപൊളി. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. 72 കിലോമീറ്റർ പെർ അവർ. 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 72 × 5/18 ആണ്. 72-ല് 9 പോവും, 18-ല് 9 പോവും. 2 × 9 18 ആണ്. 8 × 9 72 ആണ്. 8/2 4 ആണ്. 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒന്നാമത്തെ ആൻസർ വരിക. രണ്ടാമത്തെ ആൻസർ 108 കിലോമീറ്റർ പെർ അവർ ആണ്. 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 108 × 5/18 ആണ്. 2-ല് 9 പോവും. അതെങ്ങനെ 9 പോകുമെന്ന് മനസ്സിലാവാം? ഇത് കൂട്ടിയാൽ മതി. 1 + 8 9. അങ്ങനെയാണെങ്കിൽ ഇത് 9 പോകും. 9 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുക. ഇപ്പൊ 7 + 2 9. 9-ല് 9 പോകുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഈ 72-ല് 9 പോകും. 108-ല് 9 പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 × 9 ആണ് 108. ഇവിടെയാണെങ്കിൽ 12 × 9 ആണ് 108 എന്ന് പറയുന്നത്. 12/2 6 ആണ്. 6 × 5 30 ആണ്. സോ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓപ്ഷൻ വരിക. അപ്പൊ 1ഉം 2ഉം എല്ലാവർക്കും ക്ലിയർ ആണോ? എനിക്ക് ആൻസർ പറഞ്ഞു തരാത്ത ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ആൻസർ പറഞ്ഞ ആൾക്കാർ അടിപൊളി, സൂപ്പർ, അവര് ചെയ്തു. ഇനി ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടിയോ കിട്ടാത്തതുണ്ടോ പറഞ്ഞോളൂ. മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ചെയ്യണമെങ്കിൽ
1 km/h 5/18 m/s ആണ്. ഞാൻ ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 km/h എന്ന് പറയുന്നത് 5/18 m/s ആണെങ്കിൽ ഈ 18 ഇങ്ങോട്ടേക്കും ഈ 5 ഇങ്ങോട്ടേക്കും പോയാൽ നമുക്ക് 18/5 km/h ഈക്വൽ ടു 1 m/s എന്ന് എഴുതിക്കൂടെ മക്കളെ? എഴുതാമോ? ഈ 18 ഇങ്ങോട്ടേക്കും ഈ 5 ഇങ്ങോട്ടേക്കും പോയാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയൂലേ? അപ്പൊ 18 ഇങ്ങോട്ടേക്ക് പോയി മുകളിലോട്ട്, 5 ഇങ്ങോട്ടേക്ക് വന്നു താഴോട്ട്. അപ്പൊ 18/5 km/h ആണ്. ഇവിടെ നിന്നെല്ലാം പോയാൽ 1 വരുള്ളൂ, 1 m/s എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാ. അപ്പോ ആ സ്റ്റെപ്പ് റെഡിയാണോ? എന്ന് വെച്ചാ 1 m/s എന്ന് പറഞ്ഞാൽ 18/5 km/h ആണ്. അങ്ങനെയാണെങ്കിൽ 40 m/s. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ എന്താണ്? 40 m/s എന്ന് പറഞ്ഞാൽ അത് എത്ര km/h ആണ്? 1 m/s ഇത്രയുമാണെങ്കിൽ 40 m/s 40 × 18/5. 5 × 8 ആണ് 40, സോ ഇത് 8. 8 × 18 ആണ് നമ്മുടെ ആൻസർ വരിക. 8 × 8 64, 6 ബാക്കി. 8 × 8 6 14, സോ 144 km/h ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ വരിക. നാലാമത്തേതാണെങ്കിൽ 10 m/s ആണ് നിങ്ങളോട് ചോദിച്ചത്. 10 m/s എന്ന് പറയുമ്പോൾ 1 m/s 18/5. അപ്പൊ 10 ആണെങ്കിൽ 10 × 18/5. 5ഉം 10ഉം വെട്ടിപ്പോയ 2 കിട്ടും. 2 × 18 36, സോ 36 km/h ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ക്ലിയർ ആണോ ഈ 3 4 ക്വസ്റ്റ്യൻസ്? യെസ്. കുറെ ആൾക്കാർ ആൻസർ തന്നു. ബാക്കിയുള്ള ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആൻസർ പറഞ്ഞു തരാത്ത ആൾക്കാർക്കൊക്കെ സെറ്റ് ആണോ? കൺവേർഷൻ ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എത്രയാ 1 km/h ചോദിച്ചത്? നിങ്ങൾ എത്രയാ പറയാം? 1 km/h എന്ന് പറഞ്ഞാൽ എത്ര m/s ആ? പറ. 5/18 m/s. 5/18 m/s. 1 m/s എത്ര km/h? 18/5 km. 18/5 km/h. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാ? 1000 മീറ്റർ. അതായത് ഇത് ബ്രിഡ്ജാണ്. ഞാൻ പറഞ്ഞത് ഇത് ബ്രിഡ്ജാണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, കുറച്ച് കാര്യങ്ങള്. നമുക്ക് എന്താ വെച്ചാൽ ഒന്നുമില്ല. അതായത് ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ കുറെ കാലമായിട്ട് സൈക്കിൾ ഓടിച്ചിട്ടില്ലെങ്കിൽ സൈക്കിൾ പിന്നെ പെട്ടെന്നൊന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സെക്കൻഡ് ഒന്ന് ബാലൻസ് തെറ്റൂലേ? ഒരു 2 മിനിറ്റ് ഒന്ന് ഓടിച്ച് റെഡി ആയാലല്ലേ പിന്നെ പഴയ പോലെ തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. ഒരു കുറച്ചെങ്കിലും ദൂരം പോട്ടെ. അതേപോലെയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇനി +1 പോകുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ഫ്ലോ കിട്ടും. ആ ഒരു ഫ്ലോ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ പഠിപ്പിച്ച് വലിയ ആളാക്കുക എന്നുള്ളതല്ല ബ്രിഡ്ജ് കോഴ്സിലൂടെ. സോ ഈ ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ അടിപൊളിയായി, വേറെ ഒന്നും വേണ്ട. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇത്രയൊക്കെയാണ് കൈനമാറ്റിക്സിലെ ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം. കൈനമാറ്റിക്സിൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 1 ഡയമെൻഷൻ മോഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ മോഷൻ ഉണ്ട്. ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട് എന്ന് വിളിക്കാറുണ്ട്. ആ വസ്തു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ്, പാത്തിലൂടെ മൂവ് ചെയ്താൽ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വെലോസിറ്റി എന്നാണ് പറയാ. പക്ഷെ അത് ഞാനിപ്പോ പറയുന്നേ ഇല്ല. 1 ഡയമെൻഷൻ മോഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ റിയൽ മീനിങ് കൃത്യമായി നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് ആ ബേസ് സ്റ്റോപ്പ് ചെയ്യാം. സോ സെറ്റ് ആണോ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. പുറത്തു പോകാനല്ല പറയുന്നത്, ഈ പണിയുണ്ട്. അപ്പൊ ഞാൻ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തരാം. If a particle starts from origin, then ഒന്ന് move 10 meter towards east,
then move 10 meter towards north, then move 20 meter towards west. Question idana. Find question A, distance traveled. B, displacement traveled. ചോദ്യം വെച്ചാൽ ആദ്യം 10 മീറ്റർ കിഴക്കോട്ട് നടന്നു, പിന്നീട് അയാൾ നോർത്തിലേക്ക് 10 മീറ്റർ നടന്നു, പിന്നീട് അയാൾ 20 മീറ്റർ പടിഞ്ഞാറോട്ടേക്ക് നടന്നു. അങ്ങനെ നടന്നവിടെ തീർന്നു. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അവസാനിക്കുന്ന സ്ഥലം എത്തുമ്പോഴേക്ക് എത്ര ദൂരം അയാൾ സഞ്ചരിച്ചു, എത്ര ഡിസ്പ്ലേസ്മെന്റ് അയാൾ കവർ ചെയ്തു? ഡിസ്റ്റൻസ് ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇത് ദൂരമാണ്, ഇത് സ്ഥാനാന്തരമാണ്. എനിവേ കവർ ചെയ്തു, അതാണ് അറിയേണ്ടത്. മക്കളെ ചെയ്തൂടെ? ഡിസ്റ്റൻസ് 40, ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ. ഡിസ്റ്റൻസ് 40, യെസ്. സഞ്ചരിച്ച എല്ലാ ദൂരവും 10 10 20 പ്ലസ് 20 40. അപ്പോ ടോട്ടൽ 10 പ്ലസ് 10 പ്ലസ് 20 എല്ലാം വേണം. അപ്പൊ 40 മീറ്റർ. വെരി ഗുഡ്, ഡിസ്റ്റൻസ് ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് 10. ഫൈസൽ 49 എങ്ങനെയാണ് ഡിസ്റ്റൻസ് കിട്ടിയത്? സഞ്ചരിച്ച എല്ലാ ദൂരം എന്ന് പറയുമ്പോൾ 10 പ്ലസ് 10 പ്ലസ് 20 40 അല്ലടാ കിട്ടുള്ളൂ ഫൈസലെ. സാർ അത് മാറിപ്പോയത് 40 അടിക്കാൻ പോകുന്നുണ്ട്. അതെ, ഓക്കെ 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 ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് അൻഫാസ് പെർഫെക്റ്റ് പെർഫെക്റ്റ്, അടിപൊളി, കറക്റ്റ്. നമുക്ക് നോക്കാം. നമുക്കറിയാം ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത് എഴുതി കൂടെ മക്കളെ? പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് പാർട്ടിക്കിൾ എങ്ങോട്ടേക്കാ പോകുന്നത്? ഈസ്റ്റിലേക്ക് 10 മീറ്റർ. അപ്പോ ഈസ്റ്റിലോട്ട് എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്നും നേരെ 10 മീറ്റർ ആദ്യം ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു. ശരി. പിന്നീട് അയാൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? മൂവ് 10 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. ഇവിടെ നിന്നും 10 മീറ്റർ നോർത്തിലേക്ക് സഞ്ചരിക്കുന്നു. നോർത്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. 10 മീറ്റർ നേരെ ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു. പിന്നീട് അയാൾ 20 മീറ്റർ വെസ്റ്റിലോട്ട്, പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വേണ്ടത്. അപ്പോ പടിഞ്ഞാറോട്ടേക്ക് 20 മീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 മീറ്റർ ആണ്, കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10. അഗൈൻ വീണ്ടും ഒരു 10 ഇങ്ങോട്ടേക്ക്, അപ്പൊ 20 ആയില്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് 10 മീറ്റർ ആണ്. വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് 10 മീറ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് അയാൾ അവസാനിപ്പിച്ചത്, യാത്ര തീരുന്നു. അപ്പൊ ഈ പോയിന്റിലാണ് ഇപ്പോൾ അയാളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അയാൾ. അപ്പോൾ ഇതാണ് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മുതൽ ഇവിടെ വരെ 10 ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയും 10 തന്നെയാണ്. സോ ഈ ദൂരം 10 മീറ്റർ ആണ്, ഈ ദൂരവും 10 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്ര? പൈതഗോറസ് തിയറം ഡയറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് സാധാരണ എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. സോ ഇത് 10 ആണ്, ഇത് 10 ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, കാരണം ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എസ് എന്ന് പറയുന്നത്
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ എന്ന് പറയുന്നത് 10 സ്ക്വയർ ഇൻറ്റു 2 ആണ്. കാരണം 2 പ്രാവശ്യം 10 സ്ക്വയർ വന്നാൽ 10 സ്ക്വയർ ഇൻറ്റു 2 ആണ്, അതിന്റെ റൂട്ടാണ്. 10 സ്ക്വയറിന്റെ റൂട്ട് 10 ആണ്, 2ന്റെ റൂട്ട് √2 ആണ്. സോ 10 √2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ അറിവിലേക്കായിട്ട് പറയാണ്, √2ന്റെ വാല്യൂ ഏകദേശം 1.4 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് എൻട്രൻസിനൊക്കെ. 1.414 അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ 1.4 വരെ നിങ്ങൾ എടുത്താൽ മതി. അതുപോലെ √3യുടെ വാല്യൂ 1.7 ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്, √2ഉം √3യുടെയും വാല്യൂ. അപ്പൊ ഇവിടെ 10 × √2 എന്ന് പറയുമ്പോൾ 10 × 1.4 ഏകദേശം 14 മീറ്ററോളം അവൻ സഞ്ചരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് ആൻസർ പറഞ്ഞു തരാത്ത ആൾക്കാരോടാണ്. നമിയ ക്ലിയർ ആണോ? യെസ്, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാ ഫൈസൽ, നിങ്ങൾക്കൊക്കെ ക്ലിയർ ആണോ മക്കളെ? ആരൊക്കെയോ ലെഫ്റ്റ് ആവുന്നുണ്ടല്ലോ മീറ്റിംഗ്. നിങ്ങൾക്ക് ബോർഡൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നിത, സമ, മുഹമ്മദ് ആഷിഖ്, മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? പറഞ്ഞിട്ടുള്ള ഓക്കെ ആണോ? യെസ്. ഞാൻ ഈ വിളിക്കുന്ന പേരുകള് ആ ഗൂഗിൾ മീറ്റിൽ കാണുന്ന പേരുകളാണ്. അപ്പോ അതിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ പേരുണ്ടാവും. ആ പേരങ്ങ് ചിലപ്പോൾ ഞാനങ്ങ് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഈ മീറ്റിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ പേര് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതാവും ഏറ്റവും നന്നാവും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കാര്യം. ഞാൻ വായിക്കുകയാണ്. അപ്പൊ ഇന്ന് ടിപ്പ് ഓഫ് ദ ഡേ, മാത്തമാറ്റിക്കൽ ഒരു ടിപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഒരു ടിപ്പ് തരാന്ന് പറഞ്ഞിട്ടില്ലേ മാത്സിലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങള്. കഴിഞ്ഞ ദിവസം ഒരു 9ന്റെ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, എന്നാ പിന്നെ പറ. 9 സ്ക്വയർ നമ്മൾ എങ്ങനെയാ കാണാം? ആദ്യം 8 1 ഇടുക, അതിന്റെ ഇടയിൽ ഒരു 3 0 ഇട്ട് കൊടുക്കുക. 3 0 3 9 ഇട്ട് കൊടുക്കുക. ഇവിടെ 3 9. സിമ്പിൾ അല്ലേ സാധനം? യെസ് സർ. ഓർമ്മയുണ്ടല്ലോ. ഇനി ഞാന് 1 9 കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ 1ന്റെ കാര്യം പറയാം. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, കുറെ ആൾക്കാർ അറിയുന്നതായിരിക്കും. 1ന്റെ സ്ക്വയർ എത്രയാണോ? 1. ശരിയല്ലേ? 11ന്റെ സ്ക്വയർ എത്രയാണ്? 21. 111ന്റെ സ്ക്വയർ എത്രയാണ്? എത്ര ഒന്നുകളുണ്ട്? പറ, എത്ര ഒന്നുകളുണ്ട്? 3. 3 ഒന്നല്ലേ ഉള്ളത്? അതെ. 1 2 3 2 1. ഇതാണ് 111ന്റെ സ്ക്വയർ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ 3 1. 4 ഒന്നാണെങ്കിൽ നമുക്ക് എന്താ പറയാ? 1 2 3 4 3 2 1. സിമ്പിൾ അല്ലേ സാധനം? ഒരുപാട് ആൾക്കാർ കഴിയുന്നതാണ്, എന്നാലും ഐഡിയ കത്തിയോ? ഐഡിയ കത്തിയോ? മനസ്സിലായി. കത്തി തന്നെ പറഞ്ഞോടാ, എന്താ കുഴപ്പം? 1 2 3 4 5 സ്ക്വയർ. 1,11,011ന്റെ സ്ക്വയർ എത്ര? അല്ലെങ്കിൽ 11,111ന്റെ സ്ക്വയർ എത്ര? എന്ത് ചെയ്താൽ മതി നമ്മള്? 1 2 3 4 5 4 3 2 1. ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് 1 വരുമ്പോ ഉണ്ടാകുന്ന സാധനങ്ങളുടെ സ്ക്വയർ കാണാൻ. 9 വരെയുള്ള 1കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് സ്ക്വയർ കാണാം. 9ന്റെ മുകളിൽ 1കൾ വന്നു കഴിഞ്ഞാൽ ആ സ്ക്വയറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എന്തായാലും അത്രയും വലിയ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ഡീൽ ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ പരമാവധി ഇത്രയും നമ്പർ, ഇത്രയൊന്നും അതിന്റെ അപ്പുറത്തേക്കൊന്നും എന്തായാലും പോകില്ല. എനിവേ ചുമ്മാ നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ല രസമാണ്. കത്തിയത് വിചാരിക്കുന്നു. അപ്പൊ 9ന്റെ 1 സ്ക്വയർ ആയല്ലോ അല്ലേ? അതെ സർ. സോ അടുത്ത ദിവസം വേറൊരു സാധനം കൂടി എനിക്ക് പറഞ്ഞുതരും. അപ്പോ
അതവിടെ നിന്നോട്ടെ. നമുക്ക് ഇപ്പം മെല്ലെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഉഷാറായിട്ട്. എന്താണ് നിങ്ങൾ ഇത്രയും ആൾക്കാരായി പോയ, കുറെ ആൾക്കാർ ആബ്സെന്റ് ആയി പോയല്ലോ, എന്ത് പറ്റി? ഇന്നെന്താ ഏതെങ്കിലും ക്ലാസ്സോ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ദിവസമോ മറ്റോ ആണോ? അത് സാർ ഒന്നാമത് മിക്കവാറും നമ്മൾ ടൈം നേരത്തെ ആക്കിയില്ലേ. പിന്നെ കുറെ ആളുകൾ ഇപ്പൊ സാറിന്റെ ഫസ്റ്റ് ക്ലാസ് ഏകദേശം 40-ലധികം ആളുകൾ വീഡിയോ ഉണ്ട് റെക്കോർഡ്. അപ്പൊ ആള് കാണുന്നുണ്ട്. അതല്ലേ ഫസ്റ്റ് ക്ലാസ് 40 കണ്ട് ഇപ്പൊ 18 എന്ന് പറയുമ്പോ ഇവരാണ് യഥാർത്ഥത്തില് എല്ലാ ക്ലാസ്സും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഇവരാണോ? ഇവര് നല്ല അടിപൊളി ക്വാളിറ്റി മക്കളാണ്. ഹലോ സർ. പറഞ്ഞോ മോളെ. ഹലോ, പറഞ്ഞോ കേക്കാമോ? കേക്കാം, പറഞ്ഞോളൂ. ആ 9ന്റെ സ്ക്വയറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ഭയങ്കര എളുപ്പാ. ഒരു 9 മാത്രം സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നീ കറക്റ്റായിട്ട് ആൻസർ. അത് പറഞ്ഞ് 81 അല്ലേ?